സ്വർണ്ണമോഷണ കേസിൽ നിരായുധരായ പ്രതിപക്ഷത്തിന്റെ നാടകമാണ് സഭയിൽ കാണുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച്, ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല, പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. ഭയമാണ്, ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് സാർ, ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ? പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരുന്ന കാലത്തല്ലേ? അതേത്തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടാൻ? പോറ്റിയെ കേറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുതകൾ സഹിതം പുറത്തു വന്നില്ലേ? അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഒരുപക്ഷെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ഈ പോറ്റിയെ പോറ്റിയതും ആര് എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയ ബഹളങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലായി. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാതെ, ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ സഭ അലങ്കോലപ്പെടുത്തുന്ന നടപടികൾ തന്നെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നത്. ഇന്ന് സഭ പിരിയേണ്ടി വന്നു. ധനവിനിയോഗ ബിൽ പോലും ചർച്ച കൂടാതെ പാസ്സാക്കേണ്ടി വന്നു. എന്താണ് സഭയിൽ നിന്ന് നടന്നത്? പ്രതിപക്ഷം നാണം കെട്ടത് എങ്ങനെയാണ് ഇന്നും? പ്രധാനമായും ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പ്രതിപക്ഷം സഭ ആകെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒരു തരത്തിലുള്ള ബജറ്റ് ചർച്ചയിൽ പോലും അവർ പങ്കുചേരാതെ വലിയ തോതിൽ അതിനെതിരെ ഈ ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭയ്ക്കകത്ത് പ്രതിഷേധം ഉയർത്തുക, അതാണ് ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അവരുടെ കള്ളി പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരുന്ന തരത്തിൽ തന്നെയാണ് ഭരണപക്ഷത്ത് നിന്നുള്ള അംഗങ്ങൾ സംസാരിച്ചപ്പോൾ, പ്രത്യേകിച്ച് മന്ത്രിമാർ ആകട്ടെ അല്ലെങ്കിൽ സ്പീക്കർ അടക്കം ഈ വിഷയത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷത്തെയും നിലപാടുകളെ എടുത്തു പറയുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി എം പി രാജേഷ് പറഞ്ഞതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് ദേവസ്വം ബെഞ്ച്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ കേസിൽ ഒരു തരത്തിലും അതിന്റെ കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ പ്രതികൾ വെളിച്ചത്ത് വരും. യഥാർത്ഥ പ്രതികൾ വെളിച്ചത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റേതെന്നും മന്ത്രി പറയുകയും ചെയ്തു. തുടർന്ന് സ്പീക്കർ അടക്കം ചില കാര്യങ്ങൾ പ്രതിപക്ഷത്തെ ഓർമ്മിച്ചു. അതായത് ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ വിഷയത്തിന് അടിസ്ഥാനപ്പെട്ട കാര്യത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തുടക്കം മുതൽ തന്നെ പറയുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ചർച്ചയ്ക്ക് തയ്യാറായി നിൽക്കുമ്പോൾ പ്രതിപക്ഷം ആ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്നത്. അത് ജനാധിപത്യ രീതിയല്ല, മറിച്ച് ആ വിഷയത്തിൽ പ്രതിഷേധം മാത്രം ഉയർത്തി മുന്നോട്ട് പോകുന്ന ഒരു സമീപനം, അത് വിചിത്രമാണ് എന്നുള്ള കാര്യവും സ്പീക്കർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ആ സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. അതേ തുടർന്ന് ചോദ്യോത്തരവേള, സബ്മിഷൻ, പ്രദർശനിക്കൽ എന്നിവ സ്പീക്കർ റദ്ദാക്കിയിരുന്നു. തുടർന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബജറ്റ് ചർച്ചയിലടക്കം പ്രതിപക്ഷം പങ്കെടുത്തിരുന്നില്ല. അതിനു പുറമെ ഇന്നിപ്പോൾ കേരള ധനവിനിയോഗ ബില്ല് 2026 ധനവിനിയോഗ ബില്ല് പോലും ചർച്ച കൂടാതെ സഭയ്ക്ക് പാസാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സഭ ഇന്ന് പിരിഞ്ഞിരിക്കുകയാണ്. സിജു. ശരി, ഷീജയാണ് നിയമസഭയിൽ നടന്ന വിവരങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.